കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അങ്ങനെ ആ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ലേലത്തിൽ പിടിച്ചിരിക്കുവാണ് കാർത്തിക. ഈ സമയം വിക്രം ഭയങ്കരമായിട്ട് അഹങ്കരിക്കുന്നുണ്ട് കിരണിന്റെ മുന്നിൽ നിന്നിട്ട് കിരണിനെ വെല്ലുവിളിക്കുകയാണ്. പക്ഷെ കിരൺ അതൊന്നും മൈൻഡ് ആക്കിയില്ല. കിരൺ ഹരിയേട്ടനെ കൊണ്ട് കാറിക്കെറിയാൻ കൊണ്ട് പോവാണ്. പിന്നീട് വിക്രത്തിനോട് കാർത്തിക പറഞ്ഞു, എന്നാ ശരി നമുക്ക് പോകാന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ്. അതിനുശേഷം വീട്ടിലെത്തി കഴിയുമ്പോൾ കിരണ് വല്ലാത്ത സങ്കടമൊക്കെ വന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ അടുത്ത കാലത്ത് ഒരു പരാജയം ഉണ്ടാകുന്നത്. അതും കാർത്തികയുടെ മുന്നിൽ. അവൾ ഈ കൺസ്ട്രക്ഷൻ കമ്പനി പിടിച്ചെടുക്കുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല. എന്നാലും പോട്ടെ, ഇനിയിപ്പോൾ അതിന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല. വന്നോണം ദേവി ചോദിച്ചു, എന്താ മോനെ മോഹം വല്ലാതിരിക്കണേന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, എന്തോ കാര്യമുണ്ട്. ഓ കല്യാണി മോള് പോയതിന്റെ വിഷമമായിരിക്കും അല്ലേന്ന് ചോദിക്കാം. അതുകൊണ്ട് അതിനോടൊപ്പം തന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ടായെന്ന് പറയണം. അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കുക. പിന്നീട് കാർത്തിക കാണിച്ച കാര്യങ്ങളൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ദേവ് പറഞ്ഞു, ഓഹോ അപ്പൊ അതാണ് കാര്യം. ഇപ്പം വിക്രത്തിനോടൊപ്പം ആണല്ലേ. എനിക്ക് മനസ്സിലായി, എന്തോ തരികട പരിപാടിയുണ്ട്. അതാണ് ആ കാർത്തിക ആരാ എന്താണെന്നും അറിയത്തില്ല. ഒരു പക്ഷേങ്കില് എന്റെ മോന് നല്ല പണി കിട്ടാൻ പോകുന്നുള്ളൂ. അധികം വൈകാതെ അത് മനസ്സിലാവും അവന്. കണ്ടു, ഇതോർത്ത് ഇനി മോൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയാം. എനിക്ക് വിഷമമൊന്നുമില്ല അമ്മയെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ ജയിച്ചിരുന്നിട്ട് കാര്യമില്ലോ, തോൽവിയൊക്കെ ഇടയ്ക്കും വരണമല്ലോ എന്ന് പറയാം. അപ്പൊ ഒരു മുഴയിൽ കിടന്നൊരു കൺസ്ട്രക്ഷൻ കമ്പനി അതവർ പിടിച്ചെടുത്തുന്നോർത്ത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കമ്പനി നല്ല ലാഭത്തിൽ തന്നെയല്ലേ പോന്നേ. അതുകൂടെ കിട്ടുവാണെങ്കിൽ അതിനും കൂടെ ജോലി ചെയ്യായിരുന്നു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന് പറയാം. എന്നാലും കിരണിന്റെ മുഖത്തെ ആ ഒരു സങ്കടഭാവം ദൈവ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് കിരൺ മുറിയിലേക്ക് എന്നപ്പോഴാണ് കല്യാണിയുടെ ഫോൺ കോൾ വരുന്നത്. കല്യാണി വിളിച്ചിട്ട്, എന്തായി കിരണായിട്ട് കാര്യങ്ങളൊക്കെ അവിടുത്തെ? താരാൻറ്റിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. താരാൻറ്റി അങ്ങനെ തന്നെ ബോധം തെളിഞ്ഞെങ്കിലും ആരെയും തിരിച്ചറിയുന്നില്ലെന്നൊക്കെ പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, അല്ല ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ലേലത്തിന് പോയിട്ട് എങ്ങനെ നമുക്ക് തന്നെ കിട്ടിയല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടത് കിരൺ ഒരു നിമിഷം നിശബ്ദനായി. എന്താ കിരണേട്ടാ എന്താ ഒന്നും പറയാത്തേന്ന് ചോദിക്കുക. അത് നമുക്ക് കിട്ടിയില്ല, നമ്മുടെ കൈവിട്ട് പോയി കല്യാണി എന്ന് പറയണേ. കൈവിട്ട് പോയി? ഇത് എങ്ങനെ സംഭവിച്ചു? വെറുതെ കള്ളത്തരം പറയല്ലേ കിരണേട്ടാന്ന് പറയണ. സത്യമായിട്ട് ഞാൻ പറയണ, അത് പിടിച്ചെടുത്തിരിക്കുന്ന ആരാന്നറിയാവോ? കാർത്തിക ഫുഡ് പ്രൊഡക്ട്സ് ആണെന്ന് പറയണം. ഇത് കേട്ടത് കല്യാണം ഒരു നിമിഷം അമ്പരുന്നു. കാർത്തികയ്ക്ക് എന്തിനാ ഇപ്പൊ അത് കൺസ്ട്രക്ഷൻ കമ്പനി? അത് കാർത്തിക മാത്രമല്ലായിരുന്നു, കൂടെ ആ വിക്രം ഉണ്ടായിരുന്നു. ലേലത്തിലെ കമ്പനി പിടിക്കാൻ വരുമ്പോ 4 കോടി രൂപയ്ക്കാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അത്രയ്ക്കുള്ളതൊന്നും ഇല്ല, പക്ഷേങ്കില് എന്തോ ഒരു വാശി പോലെയാണ് കാർത്തിക ചെയ്തതെന്ന് പറയാം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, കിരണേട്ടന് വിഷമമായില്ലേന്ന് ചോദിക്കാം. വിഷമം ആയോന്ന് ചോദിച്ചാ അത്രയ്ക്ക് വിഷമമൊന്നുമില്ല. ജയവും തോൽവിയും ഒക്കെ സർവ്വസാധാരണമല്ലേ. പക്ഷേങ്കില് ആ വിക്രത്തിനെയൊക്കെ കൂട്ടുപിടിച്ചിരിക്കുന്നോണ്ടാ കാർത്തികയുടെ നാശത്തിന് വേണ്ടിയിട്ടാന്ന് പറയാം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, പോട്ടെ, അവർക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ, നമുക്ക് എന്താ കുഴപ്പം? കാർത്തികയായിട്ട് എടുത്ത് തലയിലേക്ക് വെക്കുന്നതല്ലേ, അവസാനം അനുഭവിച്ചോളൂ എന്ന് പറയാം. എന്നാലും നല്ലൊരു കമ്പനിയായിട്ട് ഉയർത്തിക്കൊണ്ട് വരേണ്ട സ്ഥാപനം അത് ആ വിക്രത്തിന്റെ കയ്യിൽ എങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പറയാം. ഒരു പക്ഷേങ്കില് കാർത്തിക എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് കിരണേട്ടൻ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണമെന്ന് പറയണം. എനിക്കൊരു ടെൻഷനും ഇല്ല. എനിക്ക് മനസ്സിലായി കിരണേട്ടന്റെ വിഷമം എന്താന്ന്. ഒത്തിരി പ്രതീക്ഷയോടുകൂടിയേ പോയതല്ലേ അല്ലേന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അങ്ങനെയല്ലേ കല്യാണി, ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. നമുക്കൊരു എതിരാളി അടുത്തിറങ്ങും ഇല്ല എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മനസ്സിലായി, നമ്മൾ ഓരോ നിമിഷവും നമ്മൾ അലേർട്ടായിരിക്കണമെന്നുള്ളത്. കാരണം എവിടെ നിന്നൊക്കെയാ നമുക്ക് പണി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പോരാത്തതിന് ആ വിക്രവും പ്രകാശനും ആണല്ലോ ഇപ്പൊ കാർത്തികയുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ നമ്മളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുന്നു പറയാൻ പറ്റില്ലെന്ന് പറയാം. കല്യാണി പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാലും സത്യം മാത്രം എപ്പോഴും വിജയിക്കുള്ളൂ. അതുകൊണ്ട് കിരണേട്ടൻ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. അതിനുശേഷം കാണിക്കുന്ന വിക്രം ഭയങ്കര സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുന്നേ. വന്നിപ്പോ പ്രകാശ് ചോദിച്ചു, എന്താടാ മോനെ എന്തായ കാര്യങ്ങളൊക്കെ? എന്തായെന്നോ കാര്യങ്ങള്? ഇനിയിപ്പോ അല്ലേ അച്ഛാ കളികളൊക്കെ കാണാൻ പോകുന്നത്. എന്ത് ആ കൺസ്ട്രക്ഷൻ കമ്പനി അങ്ങ് പിടിച്ചെടുത്തെന്ന് പറയാണ്. ഇനിയിപ്പോൾ ആ കമ്പനി നമ്മളങ്ങോട്ട് മോഡിഫൈ ചെയ്യും. പിന്നീട് അതിനകത്ത് MD ആയിട്ട് ഇരിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. അച്ഛനല്ല പറഞ്ഞ് ഞാനായിരിക്കും MD ആണെന്ന്. അത് പിന്നെ സംശയം ഇല്ലാത്ത കാര്യമല്ലേ മോനെ. എന്നാലും കമ്പനി കിട്ടിയില്ലേ, ഞാനിത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാർത്തിക മോള് പറഞ്ഞെങ്കിലും ഇത്രയ്ക്ക് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ആ കമ്പനി ഒന്ന് പോയി കാണണമല്ലോ എന്ന് പറയാണ്. ഈ സമയത്താണ് കാർത്തികം കൊണ്ടുവരുന്നത്. കാർത്തിക വന്നിട്ട് ചെന്താ അച്ഛനും മോനും കൂടെ ഒരു സംസാരം ചോദിക്കേ. ആ കൺസ്ട്രക്ഷൻ കമ്പനിയെ കുറിച്ചൊക്കെ പറയായിരുന്നു. ഇന്ന് കിരണിന്റെ മുഖം ഒന്ന് കാണണ്ടായിരുന്നു എൻ്റെ അച്ഛ. ആകെപ്പാടെ വിളറി പിടിച്ച പോലെ. വിക്രം പറഞ്ഞു, ഞാൻ ശരിക്കും ആട്ടി വിട്ടിട്ടുണ്ട്. പ്രകാശം പറഞ്ഞു, എന്നാലും ആ സമയത്ത് ഞാൻ അവിടെ വേണ്ടായിരുന്നു. അവന്റെ ആദ്യത്തെ പതനം അവൻ ഇനി ഓരോന്നിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറയാണ്. പിന്നീട് കാർത്തിയോട് വിളിച്ച് കാര്യം ചെയ്തല്ല മോളെ, നമുക്ക് ആ കമ്പനി ഒന്ന് പോയി കണ്ടാലെന്ന് ചോദിക്കാം. അതിനെന്താ,
അങ്ങനെ അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് കാർത്തി അങ്ങോട്ട് പോവാണ്. വിക്രം നിലത്തെങ്ങും അല്ല. വിക്രത്തിന്റെ പ്രതീക്ഷകൾ അങ്ങ് മാനമുട്ട അങ്ങോട്ട് ഉയർന്നു. അങ്ങനെ അവിടെ ചെന്ന് കമ്പനി ചെന്ന് കഴിഞ്ഞപ്പോ കാർത്തി ഇങ്ങനെ എല്ലാം കാണിച്ചു പറഞ്ഞു കൊടുക്കുവാണ്. പിന്നീട് ഒരു സ്റ്റാഫ് അവിടുത്തെ ഉണ്ടായിരുന്നു വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ അങ്ങോട്ട് പോവാണ്. ഈ സമയം പ്രകാശൻ എന്ത് ചെയ്യുക? പ്രകാശൻ പറഞ്ഞു വാടാ മോനെ നമുക്ക് കയറി കാണാന്ന് പറയണം. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഒരു MDയുടെ ക്യാബിൻ കണ്ടു. തെങ്ങ് നോക്കുമ്പോനെ MDയുടെ ക്യാബിന് ഇനി ഇവിടെ വേണം നീ ഇരുന്ന് ജോലി ചെയ്യാനായിട്ട്. അച്ഛന്റെ ആഗ്രഹമായിരുന്നു കേട്ടോ നീ ഒരു രാജാവിനെ പോലെ ജീവിക്കാന്നുള്ള. ഇനിയാണോ നടക്കാൻ പോകുന്നത്? നിന്റെ ശുക്രൻ ഉദിച്ചെന്ന് എനിക്ക് തോന്നണേ. വാടാ മോനെന്ന് പറഞ്ഞ് അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോവാണ്. MDയുടെ കസാര കാണിച്ചു കൊടുത്ത് ഇവിടെ കയറി ഇരിക്കുക. അല്ലച്ചാ അത് പിന്നെ ഞാൻ എടാ മോനെ നീ കയറി ഇരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നീയാടെ ഈ ചേറെ ഇരിക്കേണ്ട ആള്. അതുകൊണ്ട് ധൈര്യമായിട്ട് നീ കയറിയിരുന്നു. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാർത്തിമോൾ ഒന്നും പറയത്തില്ല എന്ന് പറയാ. വിക്രത്തിന് മടിയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പ്രകാശം നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ വിക്രത്തിലേക്ക് അങ്ങോട്ട് കയറിയിരിക്കുകയാണ്. കയറി ഇരുന്നൊന്ന് കസാലിരുന്നൊന്ന് ആടിയൊക്കെ നോക്കി സൂപ്പർ ആയിട്ടുണ്ട്. തന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അങ്ങനെ സാധിക്കാൻ പോകുന്നത്. താനൊരു വലിയ കമ്പനിയുടെ MD ആണ്. ആ കല്യാണിക്കാലും ഉയരത്തിൽ താൻ എത്തും. ആ ഒരു ചിന്തയായിരുന്നു വിക്രത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. പ്രകാശനാണെങ്കിൽ ആ കാഴ്ച കണ്ട് കണ്ണു നിറഞ്ഞുപോയി. കാരണം തന്റെ മോൻ ഇങ്ങനെ ചേറയിരിക്കാനായിട്ട് താൻ എത്രമാത്രം കുതിച്ചിരുന്ന ഒരു കാര്യം പ്രകാശൻ ഓർക്കുവാണ്. ഈ സമയത്ത് രാഹുൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കല്യാണി തിരികെ വരുമ്പോഴത്തേനും ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടക്കണം. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തണം. അങ്ങനെ ഇനി ഇപ്പൊ തകർക്കാൻ പറ്റുന്ന അവസാനത്തെ ശ്രമമാണ് രാഹുൽ നടത്താനായിട്ട് പോകുന്നത്. അങ്ങനെ രാഹുൽ നേരെ പറഞ്ഞത് പ്രകാരം രാഹുലിന്റെ അടുത്തേക്ക് ഒരു പെണ്ണ് വരുന്നുണ്ട്. അങ്ങനെ ആ പെണ്ണ് വന്നു കഴിഞ്ഞാൽ രാഹുലുമായിട്ട് കുറെ നേരം സംസാരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീൽ ചെയ്തു. അവസാനം രാഹുൽ പറഞ്ഞു ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു എനിക്കെല്ലാം അറിയാം. കല്യാണിയും കിരണിനെയും തമ്മിൽ അകറ്റണം. കിരൺ വരുമ്പോഴത്തേനും കിരണിൽ നിന്ന് അകറ്റണം. അതല്ലേ ആ കാര്യമൊക്കെ എനിക്കറിയാം. ആ കാര്യം ഞാൻ ഏറ്റു. ഒരു കുഴപ്പമില്ല. അധികം വൈകാതെ ഞാൻ സംഭവിക്കും എന്ന് പറയാം. രാഹുൽ പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എമൗണ്ട് കൈമാറിയിരിക്കുന്നു പറയണം. അങ്ങനെ പറഞ്ഞിട്ട് അവരും കൂടെ പോവാ. ഈ സമയം ഇതെല്ലാം കണ്ട് മനോഹർ കാറിനകത്തിരിപ്പുണ്ടായിരുന്നു. മനോഹർ എല്ലാവരും പാസ് ചെയ്ത് പോകുന്ന സമയത്താണ് രാഹുൽ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ രാഹുലിന്റെ അടുത്തേക്ക് ഒരു പെണ്ണ് വരുന്നത് കണ്ടു. അപ്പൊ ഇവൾ ഏതാന്നുള്ള രീതിയിലാണ് മനോഹർ നോക്കിയത്. അപ്പോഴാണ് രാഹുലോട് സംസാരിക്കുന്നതൊക്കെ കണ്ടേ. ഓഹോ അപ്പൊ എന്തോ ഒരു പ്ലാനും പദ്ധതി ഇടുന്നുണ്ട്. എന്താന്ന് മാത്രം മനസ്സിലായില്ല മനോഹറിന്. എന്തോ കാര്യമായിട്ടുള്ള പദ്ധതികളാണെന്നും മനസ്സിലായി. എങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ തന്റെ അമ്മായച്ചനും എന്ന് എടുത്തിട്ട് കുടയുവാണ് സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു വരുമായിരിക്കും. ആ ഒരു ചിന്തയായിരുന്നു മനോഹറിന്റെ ഉള്ളിൽ. പക്ഷെ നേരിട്ട് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സമ്മതിച്ചതൊന്നും വരത്തില്ല. അതുകൊണ്ട് എങ്ങനെയല്ല അത് അറിഞ്ഞേ പറ്റുള്ളൂ എന്താന്നുള്ളത്. ഈ സമയം രാഹുൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു വീട്ടിലേക്ക് തിരികെ പോകുന്നത്. നീ കണ്ടോ കല്യാണി, നീ വന്ന് കഴിയുമ്പോഴത്തേനും ഇവിടെ പലത് സംഭവിച്ചിരിക്കും. നീ തന്നെ കിരണിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോകും. അതിനുള്ള തന്ത്രങ്ങളാക്കിയാണ് ഞാൻ പയറ്റാൻ പോകുന്നത്. അതിനുള്ളവളാണ് ഇപ്പോഴങ്ങോട്ട് പോയത്. അവൾ ഇനി ഏത് വിധത്തിലുള്ള കളികളാ കളിക്കാൻ പോകുന്നതെന്ന് നിനക്കറിയത്തില്ല. നീ അതൊക്കെ അറിയാൻ പോകുന്നുള്ളെന്ന് പറഞ്ഞിട്ട് രാഹുൽ നേരെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്. ഈ സമയം മനോഹർ മനസ്സിൽ പറഞ്ഞു എന്തോ ഊടായ്പം വെച്ചിട്ട് പോകുന്ന. എത്രയാന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിച്ചനല്ലേ, അതൊന്നും വിജയിക്കാൻ പോകുന്നില്ലെന്ന് മനോഹർ മനസ്സിൽ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അടുത്ത ആഴ്ചയല്ല സോറി, നാളെ കാണാൻ പോകുന്ന കേട്ടോ. മാറിപ്പോയതാട്ടോ പറഞ്ഞപ്പോ. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.